തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ ഓണക്കാഴ്ച സമർപ്പിച്ച മലയരയാർ. തിരുവനന്തപുരം, കന്യാകുമാരി, തിരുനെൽവേലി എന്നിവിടങ്ങളിലെ മലയരയരാണ് ഓണക്കാഴ്ചയുമായി കൊട്ടാരത്തിലെത്തിയത്. വന്യമൃഗശല്യവും കൃഷി ചെയ്യാൻ കഴിയാത്ത ബുദ്ധിമുട്ടും എല്ലാം അവർ തിരുമുഖത്തുണർത്തിയാണ് മടങ്ങിയത്. അമ്പും വില്ലും കാട്ടുതേനും നെല്ലിക്കയും വാഴക്കുലയും തുടങ്ങി കാഴ്ചദ്രവ്യങ്ങളുമായിട്ടാണ് തിരുവനന്തപുരം, കന്യാകുമാരി, തിരുനെൽവേലി പ്രദേശങ്ങളിലെ മലയരയർ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ഓണക്കാഴ്ച സമർപ്പിക്കാനെത്തിയത്. ആദരവോടെ തൊഴുകൈകളോടെയാണ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായ് തമ്പുരാട്ടി അവരെ സ്വീകരിച്ചത്. വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ കൃഷി ചെയ്യാൻ കഴിയാത്തതും സ്വന്തമായി ഭൂമിയില്ലാത്തതും തുടങ്ങി നിരവധി സങ്കടങ്ങളാണ് അവർ തമ്പുരാട്ടിക്ക് മുമ്പിൽ പറഞ്ഞത്. അതില് 36 കാസ് കുളംകുടി സംഘം അത് ഇതെല്ലാം എല്ലാമേ ചേർന്ന് അടങ്ങിയാണ്. 36 കാസ് എല്ലാം ചേർന്ന് വരെയാണ് സമുദായ സംഘമാണ്. സമുദായ സംഘമാണ്. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാമെന്നുള്ള വളരെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഓണക്കാഴ്ചയുമായി എത്തിയതിന്റെ സന്തോഷം തമ്പുരാട്ടിയും പങ്കുവച്ചു. അവരുടെ സന്തോഷം അവർ നമ്മളുമായിട്ട് പങ്കിടുകയാണ്. അതിൽ നമുക്ക് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. ഇന്നും ആ ഒരു ബന്ധം നിലനിർത്തുന്നല്ലോ. ഒരുപാട് കാലം മാറി, കാഴ്ചപ്പാടുകൾ മാറി, എന്നിട്ട് പോലും അവർ വരുന്നു എന്നുള്ളത് നമുക്കും വലിയൊരു സന്തോഷമാണ്. 3 പ്രദേശങ്ങളിൽ നിന്നായി 51 പേരാണ് ഓണക്കാഴ്ചയുമായി കൊട്ടാരത്തിലെത്തിയത്. കൊല്ലമായിട്ട് ഈ കാട്ടിലുള്ള തേനും തേനമാവ്, ഈ നെല്ലിക്കായ്, ഈ കൂട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കൊട്ടാരത്തിൽ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. തമ്പുരാട്ടി കാണാറുണ്ട്. പക്ഷേ ഇത് എല്ലാ കൊല്ലവും നമ്മൾ വൃത്തിച്ച് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ നമ്മൾക്ക് വനത്തിൻ്റെ ഉള്ള ജീവിതം കാര്യങ്ങൾ கொஞ்சம் ബുദ്ധിമുട്ടാണ്ട് ആ കാര്യങ്ങൾ അവരോട് കൂടി സംസാരിച്ച് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഉള്ള ഒരു കാര്യങ്ങൾ നല്ലതായിട്ട് ഒരു തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു വിശ്വാസമുണ്ട്. സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ കാർഷിക ഉത്സവവുമായി അവർ വീണ്ടും വരുവാനായി കൊട്ടാരത്തിൽ നിന്നും മടങ്ങി. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.